നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് അവരിവിടെ ഓരോരുത്തരെയും മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്നോട് എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുപോലെയാ പെരുമാറ്റം കണ്ട തോന്നുന്നത്. എല്ലാവരുടെയും മൊഴിയെടുത്തിട്ട് ഒടുവിൽ എന്നെ പെടുത്താനാണോ അവരുടെ ശ്രമമെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമല്ല, ഉറപ്പാ. അവളുടെ ടാർഗറ്റ് ഞാനാ. പക്ഷേ ഇതുമായി ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനവർ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ രഘു. ഹലോ സാർ, പറയണം. പിന്നെ നിങ്ങളുടെ മെയിൽ ഓഫീസർ ദക്ഷയുടെ വേറെ ബോർഡ്സ് എനിക്കൊന്ന് വേണം. ഐ മീൻ അവരുടെ ടോട്ടൽ ഫാമിലി ഡീറ്റെയിൽസ്. ഓക്കെ. അത് വേണോ? കുഴപ്പമില്ലേ? എന്തു കുഴപ്പം? അവരെന്നെ എന്തിന് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ അവൾ ആരാണെന്ന് തിരിച്ചറിയണം. അവളുടെ കുടുംബ പുരാണം മനസ്സിലാക്കണം. ഇതൊക്കെ അറിഞ്ഞാലേ എനിക്ക് പ്രതിരോധ മാർഗം തേടാനാകൂ. ഒരർത്ഥത്തിൽ അവൾ എന്നെ ഇപ്പൊ ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ പ്രത്യാക്രമണവും വേണ്ടേ? ഞാൻ ആരാണെന്ന് അവൾ കൂടിയൊന്ന് മനസ്സിലാവട്ടെ. എടാ വേണ്ട, അതൊക്കെ കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയുള്ളൂ. അറിഞ്ഞിടത്തോളം അവരൊരു കറപ്റ്റഡ് ഓഫീസർ അല്ല. കറപ്റ്റഡ് അല്ലാത്ത പോലീസ് ഓഫീസർമാരെ ഭയക്കണം. കാരണം ആർക്കെതിരെ നടപടിയെടുക്കാൻ അവർക്കൊരു ഭയം ഉണ്ടാവില്ല. കേട്ടിട്ടില്ലേ, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇങ്ങോട്ട് അവള് കടന്നാക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ആക്രമിക്കണം. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട്. എനിക്കെന്തായാലും ഭയമാവുന്നു. എനിക്കും ഭയമായിരുന്നു. എന്നാലിപ്പോ അങ്ങനെയല്ല. ഭയന്ന് ആ ഭയം നശിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അവളെന്തോ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ ഇവിടെ ഇങ്ങനെ ചവിട്ടി തേക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു. വന്നപ്പോ മുതല് അവൾ എനിക്ക് മുഖം തരുന്നില്ല. എന്നെ പൂർണ്ണമായിട്ട് അവഗണിക്കുക. വാക്കുകൾ കൊണ്ട് പരമാവധി കുത്തിനോവിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ഇവളെ എന്നോട് ഇങ്ങനെ പെരുമാറാൻ ഞാൻ ഇവൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നീ ഒന്ന് സമാധാനിക്ക്. ഒരുപക്ഷെ നീ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെങ്കിലും. വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. നീ പറഞ്ഞത് ശരിയായിരിക്കാം. എങ്കിലും എന്റെ രക്ഷ ഞാൻ തന്നെ നോക്കണ്ടേ? ഏതായാലും അവൾ വിരിക്കുന്ന വലയിൽ ഞാൻ വീഴില്ല. ഓക്കെ, ശരി. എന്നാ നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളുടെ ഹസ്ബൻഡിനോട് വരാൻ പറയൂ. ശരി മാഡം. നമസ്കാരം മാഡം. മിസ്റ്റർ ചന്ദ്രമോഹൻ, അഞ്ജലിയുടെ പെരുമാറ്റത്തിൽ ഈ അടുത്ത സമയത്തായി എന്തെങ്കിലും മാറ്റമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയോ തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് അഞ്ജലി മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. ഇല്ല മാഡം, അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആ, ഒരു കാര്യമുണ്ട് മാഡം. എന്താ? അഞ്ജലി ഈയിടെയായി ഓഫീസിൽ നിന്ന് ലീവ് അടുപ്പിച്ചെടുത്തിരുന്നുവെന്നും അവിടെ അവള് ഊർജ്ജസ്വലതയില്ലാതെയാണ് അവിടെ എല്ലാവരോടും പെരുമാറിയെന്നും എന്തോ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നതായും അവിടെ ഓഫീസിലെ കൂട്ടുകാർ പറഞ്ഞു കേട്ടു. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അത് എൻ്റെ മകൻ മാധവ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാ. ഓ, അപ്പൊ നിങ്ങൾ കുടുംബക്കാര് പാരലൽ എൻക്വയറി നടത്തുന്നുണ്ടല്ലേ? അയ്യോ, അങ്ങനെയല്ല മാഡം. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് എൻ്റെ മകനും തിരക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ. ഈ മാധവ് ഇപ്പൊ എവിടെയുണ്ട്? അവൻ പുറത്തു പോയിരിക്കുക. ശരി, IPC 307, 308 സെക്ഷൻ എന്താണെന്നറിയോ? ഇല്ല.
അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമം. മനസ്സിലായില്ല. പോയിസൺ കൊടുത്ത ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് ക്രൈമാണെന്ന് അറിയില്ലേ? എന്നിട്ട് ആ ക്രൈം പോലീസിനെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വിവരം പോലീസിനെ അറിയിക്കാതിരുന്നത്? അത് പിന്നെ മാഡം ജലജ ഒരിക്കലും അത് ചെയ്യില്ല. സത്യമാ. ആരോ ചതിച്ചതാ. ആരോ എന്ന് പറഞ്ഞ ഔട്ട്സൈഡ് ആൾക്കാരെയാണോ അതോ വീട്ടിനകത്തുള്ള ആൾക്കാരെയാണോ ഉദ്ദേശിച്ചത്? മാഡം അത് എന്താ ഉത്തരവില്ലേ? രാജ്മോഹൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോഴല്ലേ നിങ്ങളുടെ മകൻ മാധവ് ഇവിടേക്ക് വരുന്നത്? അതെ. അപ്പോ ഒരു കോഫിയിലൂടെ ഇവിടെ ആരോ ഒരാൾ മാധവിനുള്ള വഴി ഇവിടെ ഒരുക്കായിരുന്നല്ലേ? അയ്യോ മാഡം, ഒരിക്കലും അതങ്ങനെയല്ല. ഇവിടെയുള്ള ഞങ്ങളുടെ ഏട്ടനെ ഞങ്ങൾ എന്തിനു അപായപ്പെടുത്തണം? യെസ്, നിങ്ങൾ ഇപ്പോഴാണ് പോയിന്റിലേക്ക് വന്നത്. എന്തിനാ അപായപ്പെടുത്തണം? അഥവാ അപായപ്പെടുത്തിയാൽ ആർക്കാണ് നേട്ടം? അതാരായിരുന്നാലും അവര് തന്നെയായിരിക്കും ഒരുപക്ഷെ അഞ്ജലിയുടെ മിസ്സിങ്ങിന് പിന്നിലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ കണ്ടെത്തിയ പിന്നെ റൂട്ട് ക്ലിയറാ. ഓക്കെ, ഞാൻ പിടിച്ചോളാം. പിടിച്ചല്ലേ മതിയാകൂ. എന്റെ പണി അതായി പോയില്ലേ? ഹലോ, ആ ഞാൻ ദാ വരുന്നു. മാഡം, സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? അഞ്ജലിയുടെ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എവിടെയാ ലാസ്റ്റ് ലൊക്കേഷൻ? അത് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് മാഡം. ഇവിടെയോ? അതെ മാഡം, ഇവിടെ തന്നെയാണ്. കം ഓൺ മൂവ്. സെർച്ച് ഈച്ച് ആൻഡ് എവറി പ്ലേസ്. ഒരു സ്ഥലവും വിട്ടു പോവരുത്. അരിച്ചു പറക്കണം. ഓക്കെ Come മാഡം, on. കം ഓൺ. രഘു, മാഡം. മുകളിൽ പോയി ചെക്ക് ചെയ്യൂ. ഓക്കെ മാഡം. അഞ്ജലിയുടെ മുറിയിൽ നിങ്ങൾ എല്ലാവരും നോക്കിയതല്ലേ? അവിടെ നിന്ന് ഫോൺ വല്ലതും കിട്ടിയോ? ഇല്ല മാഡം, ഞങ്ങൾ അങ്ങനെ വിശദമായിട്ട് പരിശോധിച്ചില്ല. ആ സമയത്ത് അങ്ങനെ ഒന്നും ചിന്തിച്ചതുപോലുമില്ല. എല്ലാവരും എന്താ സംഭവിച്ചെന്നറിയാതെ ടെൻഷനിലുമായിരുന്നു. ഹലോ, സൈബർ സെൽ അല്ലേ? ഐ എം CI ദക്ഷ ഷൺമുഖൻ. രഘുചന്ദ്രൻ പറഞ്ഞ മൊബൈൽ ലൊക്കേഷൻ ട്രാക്കിംഗ് കേസ് ഉണ്ടല്ലോ, അതിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് അവരുടെ വീട്ടിൽ തന്നെയാ. അതിന്റെ കറണ്ട് പൊസിഷൻ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്ക്. ഓക്കെ. മുകളിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ആരും വരണ്ട, ഇവിടെ നിന്നാ മതി. കോൺസ്റ്റബിൾ മാഡം, സെർച്ച്. മാഡം എവിടെയുണ്ട്? മാഡം, താഴ്ചന്ന് അവരെ മുകളിലേക്ക് വരാൻ പറയൂ. യെസ് മാഡം. CA മാഡം വിളിക്കുന്നു. എല്ലാവരും മേലോട്ട് വരാം. ദാ, എല്ലാവരും കണ്ടല്ലോ അഞ്ജലിയുടെ ഫോൺ. ആ മുറി ആരുടേതാ? അത് എന്റെ മുറിയാ മാഡം. ഈശ്വര,
നമ്മുടെ മാധവന്റെ മുറിയിൽ നിന്നാണ് ഈ ഫോൺ കിട്ടിയത്. അടാറായിട്ടും അല്ലേ? എന്നാലേ ഈ അടാറായിട്ട് ഉണ്ടാക്കിയത് ഞാനല്ല. ആ ആൾക്കാ നീ സ്തുതി കൊടുക്കേണ്ടത്. മുത്തശ്ശനല്ലെന്നോ? ആ പിന്നെ ഈ വീട്ടിൽ വേറെ ആരാ പാചകം ചെയ്യാൻ? അതൊക്കെ ഉണ്ട്. യശോദാമ വരൂ. നമസ്കാരം മാഡം. നമസ്കാരം. അമ്മ ഇരിക്കെ. ഞാൻ മാഡത്തോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ ഇത്രടം വരെ വന്നത്. അമ്മ എന്നെ മാഡം എന്ന് വിളിക്കണ്ട. അമ്മയുടെ കൊച്ചുമോളുടെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. അപ്പൊ പിന്നെ മോളിന്ന് വിളിച്ചാ മതി. എനിക്ക് നിങ്ങളെ പോലുള്ള അമ്മമാരെ വലിയ ഇഷ്ടമാ. അല്ല, അമ്മ ഭക്ഷണം കഴിച്ചോ? കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. മുത്തശ്ശ, അമ്മയ്ക്ക് ഇവിടെ വിളമ്പി കൊടുക്ക്. അയ്യോ വേണ്ട മോളെ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. അത് പറ്റില്ല. ഇവിടെ എത്തി അടുക്കളയിൽ കയറി ഇത്ര രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തന്ന അമ്മ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ മാത്രം കഴിക്കുന്നത് ന്യായമാണോ? അത് ന്യായമല്ല. അമ്മ കഴിക്ക, ഞാനല്ലേ പറയുന്നേ. കഴിച്ചു കഴിഞ്ഞ് അമ്മ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്ന മാറ്റർ ഞാൻ കേൾക്കാം, പോരെ? അമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്യ. എന്നിട്ട് അമ്മ പറയാമെന്ന കാര്യം എന്നോട് പറഞ്ഞാൽ മതി. അമ്മ വന്നത് ചെറുമകൾ അഞ്ജലിയെ സംബന്ധിക്കുന്ന കാര്യം പറയാനല്ലേ? അത് അഞ്ജലിയുടെ മാറ്റർ ആണെന്ന് മോൾക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ ജോലി അതല്ലേ അമ്മേ. അഞ്ജലിയുടെ മിസ്സിങ്ങിന് പിന്നാലെയാ ഞാൻ കുറെ നിഗമനങ്ങളും കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടെത്താത്ത, അതല്ലെങ്കിൽ എനിക്കറിയാത്ത എന്തോ ഒരു കാര്യം അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടല്ലേ? അതും നിങ്ങൾ മുത്തശ്ശിക്കും ചെറുമകൾക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം. എവിടെ നിന്റെ ബാഗും സാധനങ്ങളും? ഇല്ലച്ച, ഞാൻ വരുന്നില്ല. അച്ഛൻ പൊയ്ക്കോ. ചേതേ, നീ എന്തായി പറയുന്നേ? എന്റെ കൂടെ വരാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? പെട്ടെന്നെന്താ നിനക്കൊരു മനമാറ്റം? തൽക്കാലം ഞാൻ വരുന്നില്ല. അച്ഛൻ പൊയ്ക്കോ. ഞാൻ പോകാം. പക്ഷെ ഇനി മേലാൽ എന്നെ വിളിച്ച് പരാതിയൊന്നും പറഞ്ഞേക്കരുത്. പ്രതാപ, നീ അവളെ നിർബന്ധിക്കണ്ട. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ തീരുമാനമാ ശരി. ഇനി ഞാൻ നിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല. നീയായി നിന്റെ പാടായി. ഒരു കാര്യത്തിനും ഇനി എന്നെ വിളിച്ചേക്കരുത്. വരുന്നിടത്ത് വെച്ച് നീ തന്നെ അനുഭവിച്ചോ. ഹേ പ്രതാപ. അങ്കിൾ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടും അങ്കിളിന്റെ വാക്കിനാ ഞാൻ വില കൽപ്പിച്ചത്. എനിക്കൊരു സത്യം അറിയണം. അങ്കിള് വിശ്വസിക്കുന്നുണ്ടോ ഈ ക്രൈം ചെയ്തത് ഞാനാണെന്ന്? പറയ്. ഏയ്, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രതാപം പറഞ്ഞിട്ട് പോയതുപോലെ മൊബൈൽ നിന്റെ മുറിയിൽ നിന്നുമാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് പോലീസിന് നിന്നെ പ്രതിയാക്കാൻ പറ്റില്ല. ആ ഫോണിൽ നിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിലേ പോലീസിന് അതൊരു തെളിവാവുള്ളൂ. അങ്കിളെങ്കിലും എന്നെ ഒന്ന് വിശ്വാസത്തിലെടുക്കണം. ഈ വീട്ടിൽ ഇപ്പൊ ഞാനൊരു അന്യെ പോലെ നീറിയ ജീവിക്കുന്നെ. ഒരാളും എന്നോട് മിണ്ടുന്നില്ല. എന്തിന് മുഖത്ത് പോലും നോക്കുന്നില്ല. ഞാൻ സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇത്രമേൽ എന്നെ വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വയ്യ അങ്കിൾ, എനിക്കിനി വീർപ്പ് മുട്ടി ഈ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വയ്യ.
എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലൊന്ന് പലതവണ ഞാൻ ചിന്തിച്ചതാ. അത്രയ്ക്ക് മടുത്തു. അതല്ല, ഞാൻ പറയുന്നതിന് ഇവിടെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. അത് അവസാന വഴിയാ. അത് ഞാൻ ചൂസ് ചെയ്യും. ഞാൻ സൂയിസൈഡ് ചെയ്യും. മോളെ, മോളെ, എന്താ ഈ പറയുന്നത്? നിനക്കെന്തു പറ്റി? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. മോള് വിവരവും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയല്ലേ. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തികച്ചും ബാലിശമായ കാര്യമല്ലേ? ഒരു സംഭവം അപ്രതീക്ഷിതമായി ഈ വീട്ടിലുണ്ടായി. അതിനെ തുടർന്ന് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാ. എന്ന് കരുതി ആത്മഹത്യയെ പറ്റിയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ഇതൊന്നും മോള് തൽക്കാലം കണ്ടില്ലെന്ന് അടിച്ചാ മതി. പ്രീ പ്ലാൻ ചെയ്ത് തന്തയും മോളും കൂടി ഒരു ക്രൈം ചെയ്തിട്ട് നിന്ന് മോങ്ങുന്ന കണ്ടില്ലേ? ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഭീഷണി മുഴക്കിയ വായിൽ തുണിയും തിരികെ മറ്റുള്ളവർ മിണ്ടായിരിക്കുന്ന വിചാരം. കാഞ്ഞ ബുദ്ധിയാ. ജലജേ, നീ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. ഈ ക്രൈമിനെ കുറിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നവരെ പ്രജഡിസ് ഒന്നും വേണ്ട. ഒരു പക്ഷേ അന്വേഷിച്ച പോലീസ് നിന്റെ മകനിലേക്ക് എത്തില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഏട്ടാ, ഇവിടുത്തെ പ്രശ്നം ഇതാ. പണ്ട് മുതലേ ഇവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും ഏട്ടൻ കുട പിടിച്ചു കൊടുക്കുന്നുണ്ടാ ഇവിടെ ഇത്ര അഹങ്കാരിയായി. എന്തും ചെയ്യാൻ മടിക്കാത്ത രാക്ഷസ സ്വഭാവ ഇവക്ക്. ഏട്ടാ, ഏട്ടനിപ്പോ മാധവനെ കുറിച്ച് പറഞ്ഞല്ലോ. ഏട്ടന്റെ ആരാ മാധവ്? മകന്റെ സ്ഥാനത്തല്ല, മകൻ തന്നെയല്ലേ. എന്നാൽ ഏട്ടന്റെ ആരാ ഇവള്? സുഹൃത്തിന്റെ മകള്, പാർട്ട്ണറിന്റെ മകള് ആണല്ലോ. അത്രയല്ലേ ഉള്ളൂ. ഏട്ടന് രക്തബന്ധമുള്ള മാധവാണോ വലുത്, അതോ ഈ നിൽക്കുന്ന ശ്വേതയോ? ഞങ്ങൾക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഇവളെ വിശ്വസിക്കുന്ന ഏട്ടനെ ഇവള് ചതിക്കും. വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന ഒരു തേളിനെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അതെന്ത് ചെയ്യും? നമ്മളെ കഴിക്കും. അതതിന്റെ വർഗഗുണവാ. ഏട്ടാ, ആ തേളിനേക്കാൾ വിഷമുള്ള ജാതിയാണ് ഇവള്. ഏട്ടൻ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു. മതിയായില്ലേ? പാടി. മോളെ, അമ്മയോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ള ഒരു കാര്യം, അഞ്ജലിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ സത്യസന്ധമായി പറയണമെന്നാണ്. അമ്മ പറയുന്ന കാര്യങ്ങൾ കേസിന്റെ സഞ്ചാര വഴികളിൽ എവിടെയെങ്കിലും ഒരു പക്ഷേ എനിക്ക് ഗുണം ചെയ്തേക്കാം. പറയാം മോളെ, അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ ഒരു സാഹചര്യത്തിലും ഒരാളോടും കള്ളം പറഞ്ഞിട്ടില്ല. സത്യത്തെ മുൻനിർത്തി മാത്രമേ ഞാൻ ജീവിതത്തിൽ ഇന്നോളം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്തിനാണ് അഞ്ജലി ജഗന്നാഥന്റെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയത്? അതവളുടെ കല്യാണ ആവശ്യമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചതാ. ശരിക്കും ജഗന്നാഥൻ ആ സമയത്ത് കാശ് മുടക്കിയതുകൊണ്ട് കല്യാണ ചെലവുകൾ വലിയ പ്രതിസന്ധി ഇല്ലാതെ പോയി. ശരി, ഉണ്ടായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചുരുക്കി പറയാൻ സാധിക്കോ? അഞ്ജലിയും രാജ്മോഹന്റെ മകൻ വിക്കിയുമായി കടുത്ത പ്രണയത്തിലായിരുന്നു. എന്നാ രാജ്മോഹൻ അത് ഇഷ്ടമായിരുന്നില്ല. അതിന് കാരണം? രാജ്മോഹന്റെ ബിസിനസ് പാർട്ട്ണർ പ്രതാപന്റെ മകൾ ശ്വേതയെ വിക്കിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു രാജ്മോഹന്റെ ആഗ്രഹം. ശ്വേതയ്ക്ക് അങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നോ അതോ ഇല്ലായിരുന്നോ? ശ്വേതയ്ക്കും നല്ല താല്പര്യമായിരുന്നു. ഓക്കെ, പിന്നെന്താ ഉണ്ടായത്? രാജ്മോഹൻ
എന്നെ അഞ്ജലിയും ഒരു സമ്മർദ്ദത്തിൽപ്പെടുത്തി. എന്തായിരുന്നു അയാളുടെ സമ്മർദ്ദതന്ത്രം? എന്നെയും മോനെയും അയാൾ ഒരു കള്ളക്കേസിൽ കുടുക്കി. ഒരു സംശയം കൂടി. ചോദിച്ചോളൂ. വിക്കി അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അഞ്ജലി അലട്ടിയിരുന്നോ? ഐ മീൻ, നിങ്ങളുടെ ഫാമിലി ലൈഫിന് പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല മാഡം. ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്റെ സംശയം ഒന്ന് ക്ലിയർ ചെയ്തെന്നേ ഉള്ളൂ. ഏയ്, നോ പ്രോബ്ലം മാഡം. തനിക്ക് അഞ്ജലിയോടുള്ള ഇന്റിമസി എനിക്ക് മനസ്സിലായി. ഓക്കെ, കാണാം. എടാ, നീ ആ ലോക്കറ്റ് നോക്കിയോ? നിന്റെ അച്ഛനോടും അമ്മയോടെങ്കിലും സത്യം പറയടാ. ശരിക്കും ആ ലോക്കറ്റ് ചേട്ടൻ നിനക്ക് തന്നെയാണോ തന്നത്? ദേ, ഏട്ടന്റെ മറ്റു ലോക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നിന്റെ ലോക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് എവിടുന്നെങ്കിലും ഒന്ന് തപ്പിയെടുക്ക. വിക്കിയുടെ കയ്യിലുണ്ടെങ്കിൽ അവനത് തന്നേനെ. അവനത് ഒളിച്ചു മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ അമ്മ ഇതെന്താ അറിഞ്ഞിട്ട് ഈ കിടന്ന് സംസാരിക്കുന്നേ? എനിക്ക് അൽഷിമേഴ്സ് രോഗമൊന്നുമില്ല ഈ നിമിഷം വരെ. കൈ കെട്ടി കാര്യം അങ്ങ് മറന്നു പോകാൻ വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഞാൻ ഓർത്തു വെക്കുന്ന ആളാണ്. പിന്നല്ലേ ഒരാൾ ഒരു വെറൈറ്റി ഗിഫ്റ്റ് എന്നാ ഞാൻ അങ്ങ് മറന്നു പോകുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങൾ രണ്ടുപേരോടായിട്ട് പറയാ, കഥ അറിയാതെ ആട്ടം കാണരുത്. എനിക്കറിയില്ല അങ്ങനെ ഒരു ലോക്കറ്റിനെ കുറിച്ച്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം. എടാ മോനെ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ അമ്മയ്ക്ക് ടെൻഷനുണ്ട്. നമ്മുടെ ടെൻഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. നീ ജയിലിൽ പോയി കിടന്ന പിന്നെ നമുക്ക് എന്ത് സന്തോഷമാടാ ഉണ്ടാകാൻ പോകുന്നത്? എല്ലാ കാര്യങ്ങളിലും നിന്നെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും ആവില്ല. പണ്ട് നിന്നെ ഇവിടുന്ന് നാട് കടത്തിയത് എന്തിനാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? പഠിപ്പിച്ച ടീച്ചറിനെ ശല്യം ചെയ്തതിന്. പിന്നെയുണ്ട് എന്റെ മോന്റെ കുറെ പുരാണങ്ങള്. ജലജെ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ സാൽപുത്ര. ജലജെ മതി. ഇതിപ്പോ പറഞ്ഞു ലോക്കറ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും അമ്മ സമർത്ഥിക്കും പോലുണ്ടല്ലോ. അമ്മേ, ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു. അത് ആഫ്രിക്കൻ വില്ലേജിലെ ഏതോ ഗോത്രവർഗക്കാരുടെ ഒരു ലോക്കറ്റ് അല്ലേ, അല്ലാതെ ഡയമണ്ട് ഒന്നും അല്ലല്ലോ. ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കാൻ എനിക്ക് എന്തിനാ വില്ലേജ് ലോക്കറ്റ്? കയ്യിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ അപ്പൊ തന്നെ എടുത്തു കൊടുത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ തടി ഉരുലായിരുന്നോ? സുബുദ്ധിയുള്ള ഏതൊരാളും അതല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ഇമാതിരി പ്രശ്നം ആരെങ്കിലും ചുമന്നോട് നടക്കോ? നിങ്ങൾ പറ. ജലജെ, അത് അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇടി, അവൻ എൻ്റെ മോനാ, ബുദ്ധിയുള്ളവനാ. അവൻ്റെ കയ്യിൽ ആ ലോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിലേ അവനത് എപ്പോഴേ എടുത്തു കൊടുത്തേനെ, ഇല്ലേ? രക്ഷപ്പെടുകയും ചെയ്തേനെ. എനിക്കിവന് അത്ര വിശ്വാസം പോരാ. എങ്കിലും അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അത് ശരിയാ. പക്ഷേ നീ പറഞ്ഞതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ച പിന്നെ നീ നിന്റെ അമ്മയെ ജീവനോടെ കാണില്ല. ജലജെ, നീ അത് വിട്ടുകളാ കേട്ടോ മോനെ. സാറേ, ലോക്കറ്റിന്റെ കാര്യത്തിൽ എന്താ ഇപ്പൊ ചെയ്യാ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഈ കേസിലെ ഒരു പ്രധാന തെളിവായിട്ടാണ് ലോക്കറ്റ് പോലീസ് കാണുന്നത്. ദക്ഷ മാഡത്തിന്റെ അടുത്ത് ഒരു തരികിട പരിപാടി നടക്കില്ല. അവര് ബുദ്ധിരാക്ഷസിയാ. നമ്മൾ എന്ത് ചെയ്താലും അവരത് കണ്ടുപിടിക്കും. ആ, ഒരു രാത്രിയുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഈ ഒരു രാത്രി പുലരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉപായം കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവേ. ദേ, അവരൊരു FIR തയ്യാറാക്കിയ പിന്നെ അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാ അവരത് ഫ്രെയിം ചെയ്ത് വെക്കുക. ഇനിയിപ്പോ എന്താ ഒരു മാർഗം?
എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞേ പറ്റൂ സർ. ഇല്ലെങ്കിൽ ഞാൻ അകത്ത് പോവും, അതുറപ്പാ. സാറേ, പോലീസ് ബുദ്ധിയിൽ ഒരു ഉപായം ആലോചിക്കേ. അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റ് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? സർ, അത് ഞാൻ ഓർക്കുന്നില്ല. അങ്കിൾ എന്റെ കയ്യിൽ ആ ലോക്കറ്റ് തന്നപ്പോ ഞാൻ അതിന് അന്നത്ര വില കൽപ്പിച്ചില്ല. ഞാനത് എവിടെയോ വെച്ചു. പിന്നെ അതിപ്പോ നോക്കിയിട്ട് കാണുന്നുമില്ല. ഇപ്പോഴാ ഞാൻ തിരിച്ചറിഞ്ഞത് ആ ലോക്കറ്റിന് എന്റെ ജീവന്റെ വിലയുണ്ടെന്ന്. ആ, ഓക്കെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. താൻ വിഷമിക്കണ്ട. ആ, ഒരു വഴിയുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം സാർ. അങ്ങനെ ചെയ്താൽ ശ്വേതയ്ക്ക് രക്ഷപ്പെടാം. 3 ലോക്കറ്റിൽ ആരുടെ ലോക്കറ്റാണ് കയ്യിലില്ലാത്തത് അവരാകും പ്രതിയെന്നല്ലേ മാഡം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒരു ലോക്കറ്റ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാണിക്കുന്ന ലോക്കറ്റ് ഒറിജിനലാണോ വ്യാജനാണോ എന്നൊന്നും തൽക്കാലം ആരും നോക്കില്ല. എത്രയും പെട്ടെന്ന് അത് ചെയ്യും. ബാക്കി കാര്യങ്ങൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. നന്ദി സർ. ഒരാവൽ ഘട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്ന സാറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നന്ദി സാർ, 1000 നന്ദിയുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ലോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ പിഴവൊന്നും സംഭവിക്കരുത്. പ്രഥമ ദൃഷ്ടിയ അതുപോലെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവേ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയാവും. കാരണം അപ്പുറത്തുള്ളത് ദക്ഷമേടവാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ചെയ്യാം സാർ, ഒരു പിഴവും ഉണ്ടാവില്ല. അക്കാര്യം ഞാൻ ഏറ്റു. ആ, എന്നാ ശരി, കാണാം. അച്ഛാ, എന്നാ ഇനി വൈകണ്ട. അച്ഛൻ പോയി ലോക്കറ്റ് ശരിയാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ശരിക്കും ഇപ്പോഴാ എന്റെ ജീവൻ വീണത്. ശരി മോളെ, ഞാൻ പോയി അത് ചെയ്തോളാം. ഈ അപകടത്തിൽ നിന്ന് എന്നെ കരകയറ്റിയതിന് ഈശ്വരന്മാർക്ക് നന്ദി. അമ്മേ, എന്താ അമ്മേ ഭക്ഷണമൊന്നും കഴിക്കാത്തെ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവൾക്ക് ഈ ഭൂമിയിൽ ഇത്ര ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചാ മതി. മാത്രമല്ല, അമ്മയുടെ ബോഡി ഇപ്പൊ വളരെ വീക്കാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നത്. അതിന്റെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കാതിരുന്ന അവസ്ഥ എന്താവും? ജീവൻ കിടക്കണ്ടേ അമ്മേ? അമ്മ ഇതും കഴിച്ചേ. ഉരുട്ടി അങ്ങോട്ട് കൊടു, കഴിക്കട്ടെ. വേണ്ട മോളെ, എന്റെ തൊണ്ടേന്ന് ഒന്നും താഴേക്ക് ഇറങ്ങത്തില്ല. എന്റെ കുട്ടി തണുത്ത് വിറങ്ങലിച്ച് ആശുപത്രി കിടക്കുക. എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അവളാ എന്റെ മുന്നില്. എന്റെ 25 ലക്ഷവും കൊണ്ട് അവള് കടലിൽ പൊങ്ങി. എന്റെ ഒരു സ്നേഹമായിരുന്നു മുത്തശ്ശിയും കൊച്ചുവളും തമ്മിൽ. സ്നേഹിച്ച് അവളെ അങ്ങ് കൊന്നു. അവള് ചത്താലല്ല എന്റെ പ്രശ്നം, എന്റെ പണം പോയതില്ല. ദൈവമേ, ഇനി ഞാൻ ആ പണം എവിടുന്ന് വസൂലാക്കും? ഇത്ര മനുഷ്യത്തില്ലാതെ സംസാരിക്കാതെ. ഒന്നോർത്താം, മരിച്ചത് അഞ്ജലിയാണെന്നെങ്ങാനും ഐഡന്റിഫൈ ചെയ്ത പിന്നെ നിങ്ങൾ ഈ കേസിൽ പ്രതിയാവും. നിങ്ങൾ ഈ പറഞ്ഞു കരയുന്ന നിങ്ങളുടെ പണവും പോവും, ശേഷ ജീവിതം ജയിലിലും ആവും. അയ്യോ, അങ്ങനെ ഒരു കുരിശിനകത്തുണ്ടാ? ഏതല്ലേ, ഇനി ഈ കേസിലും പൊല്ലാപ്പിലും പോലീസ് എന്നെ പെടുത്തിയ എന്റെ തനി കൊണം നിങ്ങൾ കാണും. ഇനി സത്യത്തെ ഇവള് ചാടിയതായിരിക്കുമോ അതേ ആരെങ്കിലും കൊന്നു കൊണ്ടിട്ടതായിരിക്കുമോ? രാജ്മോഹന്റെ വീട്ടിൽ കുറെ നാളായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവള് അതിന്റെ മാനസിക സംഘർഷത്തിലായിരുന്നു. എത്രയെന്ന് കരുതി അവള് സഹിക്കുന്നത്. എന്റെ മോള് ഗതികെട്ടപ്പോ കടുങ്കൈ ചെയ്തതായിരിക്കും.
ഒഴികെ ആ വീട്ടിൽ ആർക്കും അവളുടെ അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ അവള് അങ്ങനെ ചെയ്തതാവാനേ വഴിയുള്ളൂ.